ഒന്നുമില്ല, എനിക്ക് കഴിയല. എടാ നീ പറയടാ, എങ്ങനെയാണ്? പറയുന്നില്ല, ഇച്ചിരി കഴിഞ്ഞിട്ട് പറയാം, ദൈവം പറയും. പോലെ പോലെ പഴയ പടം പോലെയല്ല, പുതിയ പടം. ഞങ്ങൾക്ക് ഒരു വിശ്വാസമുണ്ട്, അത്രമാത്രം. ഇതിനകത്ത് 3 റോളിനെ കണ്ടാണല്ലോ വരുന്നത്. അത് നമ്മുടെ പ്രതീക്ഷ മാത്രം. ആ പ്രതീക്ഷയാണ് ഞങ്ങൾക്കിപ്പം ആവേശമായിട്ട് നിൽക്കുന്നത്. അത് ഞങ്ങൾക്ക് നാളത്തേക്ക് അറിയാം, അത്രമാത്രം. മറ്റുള്ള സിനിമകളെ അപേക്ഷിച്ച് വിജയുടെ വ്യത്യസ്തമായിട്ടുള്ള സിനിമ ആയിരിക്കും. ഗോകുലം ഗോപാലനാണ് ഇപ്പം ഇതെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് മാത്രം നമുക്കൊരു പ്രതീക്ഷയുണ്ട്. പുള്ളിയെ നമ്മൾ അത്ര എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പ്രതീക്ഷിക്കുന്നു ആ പടം വിജയിക്കും എന്നുള്ളത്. പ്രതീക്ഷ മാനുള്ളൂ. പഴയ സിനിമകളെ അപേക്ഷിച്ച് പഴയ സിനിമ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ പുള്ളിയുടെ മാർക്കറ്റിൽ ഇതുവരെ ഒരു വെട്ടൽ വന്നിട്ടില്ലല്ലോ. അപ്പൊ ഇതും നിരുത്സാഹപ്പെടുത്തത്തില്ലെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. വ്യത്യസ്തമായ ക്യാരക്ടർ ആയിരിക്കും തീർച്ചയായിട്ടും. കാരണം വെങ്കട് പ്രഭു അങ്ങനെയുള്ള പടങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ വിജയുടെ ആ ഒരു ഇതുവരെ വന്നിട്ടുള്ള സാധനം പൊളിച്ച് വേറൊരു രീതി വരുമെന്നാണ് പ്രതീക്ഷ. അതൊരു 3 റോളിലാണ്. അതെ അതെ തീർച്ചയായും. 3 ഏജ് ആണ് കാണിക്കുന്നത്. അപ്പൊ നിലവിലിപ്പോ അവര് പടത്തിന്റെ ഒന്നും പുറത്തോട്ട് വിട്ടിട്ടില്ല. എല്ലാരും വന്ന് കാണാന്നാ പറയുന്നത്. അപ്പൊ 4 മണി കഴിയുമ്പോ അറിയാം. 4 മണിക്ക് അറിയാം. അതെ അതെ പ്രതീക്ഷയുണ്ട്. അത് കുഴപ്പമില്ല, ഞാൻ ചെയ്തിട്ടുണ്ട്. പടം കണ്ട് മനസ്സിലാക്കണം എന്താ കണ്ടറിയണം. എന്തായാലും പടം നല്ലതായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ആകാംക്ഷയുണ്ട്. വിജയനോടല്ല, നമുക്ക് പ്രതീക്ഷയുണ്ട്. ബാക്കി എന്താണെന്നുള്ളത് കണ്ടറിയാം. എനിക്കൊന്ന് വിജയ് ചെയ്യാത്ത ഒരു ക്യാരക്ടർ ഇതിനകത്ത് വരുന്നുണ്ട്. 3 ക്യാരക്ടറിൽ ഉണ്ടല്ലോ. 3 ക്യാരക്ടറിൽ മികച്ചതായിരിക്കും പ്രതീക്ഷിക്കുന്നു ക്യാരക്ടർ. അതെ, സപ്പോർട്ടിംഗ് ആയിട്ട് വരുന്ന സപ്പോർട്ടിംഗ് ആയിട്ട് വരുന്നതെല്ലാം നല്ലത് തന്നെയാണ്. മറ്റേ നമ്മുടെ വെങ്കടപ്പൂവിനോടാണ് പ്രഭുദേവയും കാര്യങ്ങളെല്ലാവരും ഉണ്ട്. ജയറാം ഉണ്ട് മലയാളത്തിൽ നിന്ന് നമുക്ക്. അപ്പൊ ജയറാം വന്നിച്ചപ്പോ തുപ്പാക്കി ഒരു ബ്ലോക്ക് ബസ്റ്റർ കിട്ടിയായിരുന്നു. അപ്പൊ അതുപോലെ പ്രതീക്ഷിക്കുന്നു പുള്ളിയുടെ പെർഫോമൻസ് നല്ലതായിരിക്കും എന്നുള്ളത്. പടമായിരിക്കും. നല്ല പടമാണ്, കിടിലം പടമാവും. നല്ല പ്രതീക്ഷയുണ്ട്. ഹിറ്റാവും നല്ല പ്രതീക്ഷയുണ്ട്. ആരിലാണ് പ്രഭുവിലും തളപതിയിലും വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടറാണ് ആണെന്നാണ് അവർ പറയുന്നത്. ഇതുവരെ കാണാത്തൊരു സെറ്റപ്പ് പടമാണെന്നാണ് അവർ പറയുന്നത്. നമുക്കറിയത്തില്ല. ബാക്കി പടം കണ്ടിട്ട് പറയാം. എന്നാലും നല്ല പ്രതീക്ഷയുണ്ട്. പടം നല്ലതായിരിക്കും പ്രതീക്ഷയുണ്ട്. ഹിറ്റടിക്കും. പിന്നെ ഇപ്പം ഓപ്പണിംഗ് ഡേ കളക്ഷൻ തന്നെ വിജയുടെ പടം തന്നെയാണെന്ന് തോന്നുന്നു. 12 കോടിയിൽ അതിനെ ഡബിൾ ഡിജിറ്റ് വരുമോന്ന് അറിയില്ല. എങ്കിലും ഒരു നല്ലൊരു FD വീഴും. ഡബിൾ ഡിജിറ്റ് വരാൻ സാധ്യതയില്ല. അത്രയും വലിയ ഹൈപ്പ് ഇല്ലല്ലോ പടത്തിൽ. ലിയോ പോലും വലിയ ഹൈപ്പ് പടമല്ലല്ലോ. അതെ, പക്ഷെ അത്രയും വലിയൊരു ഹൈപ്പോ അത്രയും വലിയ ഇത് വരുന്നില്ലല്ലോ. വലിയൊരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്നില്ലല്ലോ. ലോ ഹൈപ്പിൽ വരുന്ന പടമാണ്. നല്ല പടമായിരിക്കും. ലോ ഹൈപ്പിൽ വന്ന് പടം തൂക്കി അടിക്കുന്ന പല സിനിമകളും നമ്മൾ കണ്ടു. അതെ അതെ. പക്ഷെ ഇതിന് ലിയോ പോലൊരു വലിയ ഹൈപ്പിൽ വരുമ്പോൾ അത്രയും ഫാൻ ഷോസും അത്രയും ഷോസും ചാർട്ട് ചെയ്യുന്നുണ്ട്. അത്രയും ഒരു ഇത് വരുന്നിട്ടില്ല. എങ്കിൽ പടത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഷോസ് കൂടാൻ ചാൻസ് ഉണ്ട്. നല്ല റിപ്പോർട്ടാണെങ്കിൽ കളക്ഷൻ നല്ല രീതി വരാൻ ചാൻസ് ഉണ്ട്. നല്ല പ്രതീക്ഷയുണ്ട്.